കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹജ്ജിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹജ്ജ് പരിശുദ്ധ ഇസ്ലാമിൽ എത്ര നിർബന്ധ ബുദ്ധിയോടുകൂടി കർക്കശമായിട്ടാണ് ഒരു മുസ്ലിമായ വ്യക്തിയോട് ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കുറെ മനുഷ്യരെ നമ്മൾ പരിശുദ്ധമായ മക്കയിലേക്ക് യാത്രയാക്കി. പലരും നമ്മളോട് യാത്ര ചോദിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചും നേരിട്ടുമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് ആളുകളെ കൂടി യാത്രയാക്കി ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി നമ്മളുടെ നാടുകളിൽ നിന്നുള്ള പ്രതിനിധികളെ അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഅബ്ദുല്ലാഹ് നബിതങ്ങൾ പറഞ്ഞു, ഒരു നാട്ടിൽ നിന്ന് ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി പോകുന്ന മനുഷ്യർ അവരാ നാടിന്റെ മുഴുവൻ പ്രതിനിധികളായി ആ നാടിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ, ആ നാടിന്റെ മുഴുവൻ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി, പടച്ചവന്റെ ശിക്ഷയിൽ നിന്നൊരു നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നാടിന്റെ പ്രതിനിധികളായിട്ട് മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം തോളിലെത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നാടിന്റെ പ്രതിനിധി സംഘങ്ങളാണ് ഹജ്ജിന് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹാജിമാരും ഉംറയ്ക്ക് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇഹ്റാം കെട്ടിയ ആളുകളുമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുറയ്ക്ക് നമ്മളുടെ നാടുകളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി സംഘങ്ങളെ ഹജ്ജിന് വേണ്ടി അയക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഹജ്ജിന് പോയവർ, പോകാൻ ഉദ്ദേശിക്കുന്നവർ, മരിച്ചാലും പോവുകയില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. നമ്മളുടെ ജീവിതത്തിൽ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള പരലോകത്തെ മഹാദുരന്തങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് മാത്രമല്ല, അല്ലാഹു തആല നമുക്ക് നൽകിയ സകല അനുഗ്രഹങ്ങൾ, അത് നമ്മളുടെ ആരോഗ്യം മുതൽ തുടങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് കയ്യും കാലും അനക്കാൻ സാധിക്കുന്നത് മുതൽ സ്വസ്ഥമായി മറ്റൊരാളുടെ സഹായമില്ലാതെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളാൻ സാധിക്കുന്ന തരത്തിൽ നമ്മളുടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മുതൽ നമ്മളുടെ ശരീരത്തിന്റെ സകല ആരോഗ്യവും സമ്പത്തും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതാണെന്ന് നമുക്ക് തോന്നുന്ന അള്ളാഹുവിന്റെ സകലമാന മഹാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചിട്ട് അള്ളാഹുവിനോട് ഹജ്ജ് ഉപേക്ഷിച്ച് നമ്മൾ കാണിക്കുന്ന നന്ദികേടിന്റെ കടുപ്പം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ജീവിത ചെലവിന് ആവശ്യമുള്ള ഹജ്ജിന് പോയി മടങ്ങി വരുന്നത് വരെ തന്റെയും തന്റെ കുടുംബത്തിന്റെയും മാന്യമായി ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരിക്കെ, അതിനപ്പുറം ഹജ്ജ് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ മിച്ചമായി ബാങ്ക് ബാലൻസായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സുകളിലായി ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായാൽ, മുസ്ലിം ആണെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യൻ മഹാനഷ്ടവാളി എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ഒരുങ്ങി, ഫലം യഹുജ്ജ, പക്ഷേ ആ മനുഷ്യൻ എന്തോ കാരണങ്ങളുടെ പേരിൽ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവൻ പിന്നെ അറബി പേരുകാരനായി മരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. നേരെ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. എന്ന് ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി, പക്ഷെ അവൻ മുന്നിട്ടിറങ്ങാത്തത് കൊണ്ട് അവന് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ മറ്റേതെങ്കിലും മതക്കാരനായി മരണപ്പെട്ടു പോകുന്നതും അറബി പേരുകാരനായി മുസ്ലിമായി
മരണപ്പെട്ടു പോകുന്നതും ഒരുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ, സംവിധാനങ്ങൾ എല്ലാം ഒരുങ്ങിയിട്ടും ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയാൽ അവന്റെ മരണം മഹാനാശം, മഹാദുരന്തം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹജ്ജ് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ ഹജ്ജു തമാമുൽ ഇസ്ലാമി വ കമാലുദ്ദീൻ. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ അങ്ങേയറ്റം, ഇസ്ലാമിന്റെ അവസാനം, ദീനിന്റെ സമ്പൂർണത ഒരു മനുഷ്യന് കൈവരുന്നത് ഹജ്ജ് കൂടി നിർവഹിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിലെ ആദ്യത്തതും ഒടുക്കത്തതുമായ ഹജ്ജ് ചെയ്തിട്ട് ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിലൂടെ ദീനിന്റെ പൂർത്തീകരണം ഒരു മനുഷ്യന് സാധ്യമാകുന്നത് ഹജ്ജ് കൂടി ചെയ്യുമ്പോഴാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആ രൂപത്തിൽ അള്ളാഹു തആല മരിപ്പിച്ചത്. കുറെ കാലം, 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ചിരുന്ന പ്രവാചകൻ മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നു. ദുൽഹജ്ജ് കഴിഞ്ഞു, അടുത്ത വർഷം തുടങ്ങി മുഹറം, സഫർ, റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. ജീവിതത്തിലെ ആദ്യത്തതും ഒടുക്കത്തതുമായ ഒരേ ഒരു ഹജ്ജാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്. കാരണം മരണത്തോടുകൂടി അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന മനുഷ്യൻ തന്റെ മതത്തിന്റെ പൂർത്തീകരണം ഈ ലോകത്ത് നിന്ന് പൂർത്തിയാക്കി തന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും മൂർധന്യഭാവത്തിലേക്ക്, അവസ്ഥയിലേക്ക് എത്തിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് മരണപ്പെടാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല കൊണ്ടുവരികയും ഹജ്ജ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് മരണത്തിന് കീഴടക്കിയത്. ഹജ്ജ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദീനിന്റെ പൂർത്തീകരണമാണ്, ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ്. ഹജ്ജ് നിർബന്ധമായ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാത്തിടത്തോളം അവന്റെ മതം, അള്ളാഹുവിനോടുള്ള അവന്റെ സമർപ്പണം പൂർത്തിയാവുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, മരണത്തിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ കഅബ കൺകുളിർക്കെ കാണാൻ, കഅബയുടെ തൊട്ടു മുന്നിൽ നിന്ന് ഇത് എന്റെ അള്ളാഹുവിന്റെ ഭവനമാണ്, ഭൂമിയിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ആദ്യത്തെ ഭവനം ഈ കഅബയുടെ ഉടമസ്ഥനായ റബ്ബിന് വേണ്ടിയാണ് എന്റെ ജീവിതത്തിന്റെ സകല പ്രവൃത്തികളും ഞാൻ ചെയ്യുന്നത് എന്ന ആത്മ സന്തോഷത്തോടുകൂടി ആ കഅബയുടെ മുമ്പിൽ കണ്ണ് തുറന്ന് നിൽക്കാൻ ഒരു മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. നമ്മൾ എല്ലാ നമസ്കാരത്തിന്റെയും തുടക്കത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ പറയും, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ്. ഈ ആകാശങ്ങളെയും ഭൂമികളെയും പർവ്വതങ്ങളെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയിലെ സകല അത്ഭുത സൃഷ്ടികളെയും ആകാശത്തിന്റെയും അതിനപ്പുറത്തുമുള്ള മനുഷ്യൻ കണ്ടതും അറിഞ്ഞതും കേട്ടതും കാണാത്തതും അറിയാത്തതും അവൻ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മുമ്പിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ മുഖങ്ങൾ തിരിക്കുന്നു, ഞങ്ങളുടെ മുഖങ്ങൾ തിരിക്കുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബയുടെ മുമ്പിൽ നിന്ന് നടത്തിയ പ്രാർത്ഥന, അല്ലാഹുവേ, സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ നിന്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ മുഖത്ത് തിരിക്കുന്നു. ഹനീഫൻ, മുസ്ലിമൻ, മനസ്സിൽ നിന്ന് നീയല്ലാത്ത സകല വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ഉപേക്ഷിച്ച് നിന്റെ മുമ്പിലേക്ക് മാത്രം ഞങ്ങളുടെ സകല ആശ്രയങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും നിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമൻ, നിന്നെ അനുസരിക്കുന്ന മുസ്ലിമായി ഞങ്ങളിതാ നിന്റെ മുമ്പിലേക്ക് മുഖം തിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറയുന്ന വജ്ജഹത്തു അർത്ഥം അറിയാതെയാണെങ്കിലും നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ ഓതുന്ന വാക്കിന്റെ അർത്ഥം എത്ര വലുതാണ്. എന്റെ നമസ്കാരം, വനുസുകി,
എന്റെ സകല കർമ്മങ്ങളും, ഞാൻ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ചെയ്യുന്ന ചെറുതും വലുതുമായ സകല പ്രവൃത്തികളും, എന്റെ ഈ 40, 50, 60, 70 വർഷത്തെ മാത്രം ആയുസ്സുള്ള ദൈർഘ്യമുള്ള എന്റെ ജീവിതം മുഴുവൻ, അതിനുശേഷം എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഏതൊരു ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലാണോ ഞാൻ സമർപ്പിക്കുന്നത്, ആ അള്ളാഹുവിന്റെ കഅബയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ആത്മനിർവൃതിയോടുകൂടി മരണത്തിന് മുമ്പ് ആ കഅബയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യവാന്മാർ നമ്മൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹജ്ജിന് ആളുകളെ യാത്രയയക്കുന്ന സമയമാണ്. മഹാന്മാരുടെ സംഭവങ്ങളിൽ കാണാം, ഹജ്ജിന് വേണ്ടി യാത്രയാക്കുന്ന സമയത്ത്, ഹാജിമാര് നാട്ടിൽ നിന്ന് യാത്രയാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദാസന്മാരായ പലരും അവരുടെ കയ്യിൽ പിടിച്ച് കരയുമായിരുന്നു. അവരുടെ കൈക്ക് പിടിച്ച് കരയുമായിരുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അതിതീവ്രമായ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം വരാൻ, പരിശുദ്ധമായ കഅബ കാണാൻ. ഇബ്രാഹിം ഖലീലുല്ലാഹ് അലൈഹിസ്സലാമിനെ അതിതീവ്രമായ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു തആല ഏറ്റവും ഉയർന്ന മുസ്ലിമായി തിരഞ്ഞെടുത്ത നാട് കാണാൻ ഇബ്രാഹിമിന്റെ ഭാര്യയായ ഹാജറും മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമും ഓടിക്കളിച്ച് നടന്ന ആ മരുഭൂമിയിൽ, ആ മണലിൽ ഒന്ന് കാലുകുത്താൻ അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് പുണ്യമായി തീർന്ന ഭൂമിയിലേക്ക് വരാനും അതിലെ മണൽത്തടികളെ തലോടാനും ഞങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ദാരിദ്ര്യം, ഞങ്ങളുടെ പട്ടിണി, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ അവശതകൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കരയുന്നത് എന്തിനാണെന്നറിയുമോ? ഇതാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കരയുകയാണ്. ഞങ്ങൾക്കെങ്ങാണം ഇന്ന് അള്ളാഹുവിന്റെ ഭവനമായ കഅബയിലേക്ക് എത്താൻ സാധിക്കാത്തത് പോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ആ കഅബയുടെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് എത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഞങ്ങളെക്കാൾ വലിയ നഷ്ടവാളി വേറെ ആരുണ്ട് എന്ന് ചോദിച്ചവർ കരയുമായിരുന്നു. നമ്മളുടെ മനസ്സിൽ നമുക്കൊരിക്കലും ചിലപ്പോൾ നമ്മളുടെ സാഹചര്യം കൊണ്ട്, നമ്മളുടെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മളുടെ മനസ്സിൽ അതിയായ ആഗ്രഹം വെക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യം ലഭിച്ചാൽ ആ കഅബയിലേക്ക് പോകും എന്ന നീയത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടുന്നതെങ്കിൽ ആ അവസ്ഥയിൽ മരണപ്പെട്ടാലും അല്ലാഹു തആല ഹജ്ജ് ചെയ്തവരുടെ കൂട്ടത്തിൽ നമ്മളെ നാളെ ഉൾപ്പെടുത്തും. അല്ല, നമുക്കുള്ള പണിയല്ല അത് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ, പ്രായമായവര് ചെയ്തോട്ടെ, അല്ലെങ്കിൽ 5 നേരവും പള്ളിയിൽ പോകുന്നവര് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല എന്ന ചിന്തയിലാണ് ഹജ്ജിന് പോകണമെന്ന ഒരു നീയത്ത് പോലും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കടക്കാരനായി ചെന്ന് നിൽക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഉഖ്തി നദറത് അൻ തഹജ്ജ, എന്റെ സഹോദരി ഹജ്ജിന് പോകാൻ അവർ തീരുമാനിച്ചിരുന്നു. അവർക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നു. ഹജ്ജിന് പോകാൻ തീരുമാനിച്ച് ഹജ്ജിന് പോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയി. നമ്മളും അങ്ങനെയാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഹജ്ജിന് പോകണം. ഹജ്ജിന് പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ മോളെ കെട്ടിച്ചിട്ട് പോകാമെന്ന് പറയും. മോള് 10ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ, ഇനി എത്ര വർഷം കാത്തിരിക്കണം? അത്ര വർഷം നമുക്ക് ആയുസുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയില്ല. അടുത്ത ഒരു സെക്കൻഡിലേക്ക് നമ്മളുടെ ഈ ആയുസ്, ഈ ജീവൻ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത മനുഷ്യനാണ് 10 കൊല്ലം കഴിഞ്ഞ് മകളെ കെട്ടിച്ചിട്ട് ഹജ്ജിന് പോകാമെന്ന് പറയുന്നത്. മകളെ കെട്ടിച്ച് കഴിയുമ്പോൾ പറയും, മകള് ഗർഭിണിയായി, ഇനി പ്രസവം കഴിഞ്ഞിട്ട് പോകാം. അതും കഴിഞ്ഞ് ചോദിക്കുമ്പോ പറയും, മോക്കൊരു വീടും കൂടെ വെച്ച് കൊടുത്തിട്ട് വേണം ഹജ്ജിന് പോകാമെന്ന്.
നബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉഖ്തി നദറതൻ തഹജ്ജ, എന്റെ സഹോദരി ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യണമെന്ന ചിന്തയിൽ നമ്മളെ പോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്തിപ്പിച്ച് കഴിഞ്ഞുകൂടിയവരാണ്. പക്ഷെ തമൂത്ത, അവര് മരണപ്പെട്ടു പോയി. എന്ത് ചെയ്യണം? ഫഅലയ്യ, എന്റെ മേൽ നിർബന്ധമാണോ അവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യൽ എന്റെ മേൽ നിർബന്ധമാണോ എന്ന് നബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പൊ നബിതങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇൻ കാന അലൈഹ ദൈനുൻ, അവർക്ക് ഹജ്ജ് അവിടെ നിൽക്കട്ടെ, അവർക്കല്ലാത്ത ഏതെങ്കിലും കടമുണ്ടായിരുന്നെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ നീ ആ കടം വീട്ടുമോ? നമ്മൾ സാധാരണ മരിച്ച് മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവച്ച് കഴിയുമ്പോ ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാ മയ്യത്തിനും പറയുന്ന ഒരു സാധാരണ വചനമാണ്, ഇദ്ദേഹം ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായി ബന്ധപ്പെടുക എന്ന്. ഇത് ഒരു കാലത്ത് അതീവ ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ മരണത്തിന് മുമ്പ് അത് കൊടുത്തു വീടാതെ പടച്ചവന്റെ മുമ്പിൽ അവന്റെ കൈകൾ ശുദ്ധമാക്കാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ച, അതീവ ഗൗരവത്തോടുകൂടി കടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മതത്തിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവത്തോടുകൂടി നമ്മളുടെ മുൻഗാമികൾ പറഞ്ഞിരുന്ന ഒരു വാക്കാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരു മയ്യത്ത് പള്ളിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ വന്ന് വിളിക്കുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യന് കടമുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിക്കുകയില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അപ്പോഴാണ് നബിതങ്ങൾ നമസ്കരിച്ചത്. ഈ ഹദീസിന്റെ പിൻബലത്തോടുകൂടി അതീവ ഗൗരവത്തിൽ ഇമാമ് പറയേണ്ട ഒരു വാക്കാണ് ഈ വാക്ക്. പക്ഷെ ഇന്നതൊരു സാധാരണ ചടങ്ങ് പോലെ ആയിരിക്കുന്നു, പിന്നീട് അത് ആരും ഗൗനിക്കാറില്ല. പക്ഷെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, അവന് പുറത്തു കൊടുക്കപ്പെടുമോ? നബിതങ്ങൾ പറഞ്ഞു, മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും. ആ സഹാബി തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇല്ല ദൈൻ യുഗ്ഫറു ലിശ്ശഹീദ് ഇല്ല ദൈൻ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും സകല പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരാനുള്ള പരിഹാരമുണ്ട്, പക്ഷെ കടം അല്ലാഹു തആല പുറത്തു തരികയില്ല. അപ്പൊ ഇത്ര ഗൗരവത്തിൽ പറയേണ്ട വാക്കാണ്. നബിതങ്ങൾ ഈ സഹാബിയോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരിക്ക് മറ്റെന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് നീ വീട്ടുമോ? അദ്ദേഹം പറഞ്ഞു, ഒരു സഹോദരൻ എന്ന നിലയിൽ ആ സഹോദരിയുടെ മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടും. നബിതങ്ങൾ പറഞ്ഞു, ഫഖ്ദി ദൈനല്ലാഹ്, നിന്റെ സഹോദരിക്ക് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ആവശ്യങ്ങളുടെയും പേരിൽ ജനങ്ങളിൽ നിന്ന് വാങ്ങിയ കടങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടുകൂടി നീ വീട്ടുമെങ്കിൽ അതിനേക്കാൾ അള്ളാഹുവിനോടുള്ള നിന്റെ സഹോദരിയുടെ കടം വീട്ടൽ നിന്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിന്റെ സഹോദരിക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്ത് വീട്ടണമെന്ന് ആ സഹാബിയോട് അദ്ദേഹം പറഞ്ഞു വിടുകയാണ്, നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിന്റെ പിൻബലത്തിൽ ഇമാമിയങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു, ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യാതെയാണ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് ആരാണോ എടുക്കുന്നത്, അനന്തര സ്വത്തായി ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച അനന്തര സ്വത്ത് മക്കൾക്ക് ലഭിക്കുന്ന സമയത്ത് ആ അനന്തര സ്വത്ത് ഹലാലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വാപ്പയ്ക്ക് വേണ്ടി ആ മക്കൾ പകരം ഹജ്ജ് ചെയ്യിച്ച് വീടിയിരിക്കണം. ഒരു മനുഷ്യൻ കോടികളുടെ ആസ്തി ആ മനുഷ്യന്റെ കയ്യിലുണ്ട്, പക്ഷേ ഹജ്ജ് അയാൾ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നത്. മരണത്തിന് ശേഷം അനന്തര സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് മക്കളില്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഒക്കെ അനന്തരാവകാശികൾക്ക് ആ അനന്തര സ്വത്ത് ലഭിക്കുന്ന സമയത്ത് അത് ഹലാലായിട്ട് വീടപ്പെടണമെങ്കിൽ അവര് പകരം അവരോ അല്ലെങ്കിൽ ആളെ വിട്ടോ ഹജ്ജ് ചെയ്യിച്ച് വീട്ടണം. ആ രീതിയിൽ ഒരു മനുഷ്യന്റെ തലയുടെ മുകളിൽ പരലോകത്ത് വീടപ്പെടാത്ത കടമായിട്ട് നിൽക്കും ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാത്ത മനുഷ്യന് ഹജ്ജ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ഹജ്ജ് സമയമായാൽ ആരോഗ്യമുണ്ടെങ്കിൽ
സമ്പത്തുണ്ടെങ്കിൽ എന്ത് കാരണവും നമുക്ക് പറയാൻ, പല കാരണങ്ങൾ, പല തിരക്കുകൾ, പല ജോലികൾ, പലതും നമുക്കുണ്ട്. പക്ഷെ അല്ലാഹു തആല ഈ കാരണമൊന്നും നോക്കുന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹജ്ജ് എന്നുള്ളത് നമ്മൾ 10 അല്ലെങ്കിൽ 8 10 ലക്ഷം രൂപ മുടക്കി നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ 50,000 1 ലക്ഷമോ മുടക്കിയിട്ട് നമ്മൾ ഉംറ ചെയ്യുന്നു. ഇതൊരു വലിയ ത്യാഗമൊന്നുമല്ല. ഹജ്ജ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഹജ്ജ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങൾ എടുത്താലും അതിൽ മുഴുവൻ ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകൾ നോക്കിയാൽ സഫാ മറുവയുടെ ഇടയിലുള്ള നടത്തം, മക്കയിലെ 2 മലകൾ, ആ 2 മലകളുടെ ഇടയിൽ വെറുതെ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം നടക്കുന്നു. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ നടത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹാജറ അലൈഹിസ്സലാം തന്റെ മകന് വെള്ളം അന്വേഷിച്ച് സഫാ മറുവയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നമ്മളോടും നടക്കാൻ പറഞ്ഞു. എന്തിനാണ് അല്ലാഹു തആല പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഹദീസുണ്ട്, ഒരു മനുഷ്യന്റെ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം ഏറ്റവും പൂർത്തിയാകുന്നത്, അതിന്റെ സമ്പൂർണത കൈവരിക്കുന്നത് ഹജ്ജ് ചെയ്യുന്നതിലൂടെയാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തിരമാലകൾ പോലെ, മലവെള്ളപ്പാച്ചിലുകൾ പോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പോലും അള്ളാഹുവിനെ കൈവിടാതെ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിച്ച കുറെ മനുഷ്യരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പരിശുദ്ധമായ മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിച്ച മനുഷ്യനാണ്. കുറെ പരീക്ഷണങ്ങൾ അതിജീവിച്ചു. അവസാനം അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യ അവസ്ഥയിൽ കുറെ കാലം അദ്ദേഹം മക്കൾ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവസാനം വയസ്സനായി, ഇനി മക്കൾ ഉണ്ടാവുകയില്ല എന്ന് സകലമാന ചികിത്സകന്മാരും വിധി എഴുതിയ പ്രായത്തിൽ അല്ലാഹു തആല അനുഗ്രഹമെന്നോണം, ജീവിതത്തിൽ ഇരട്ടി സന്തോഷമെന്നോണം ഒരു മകനെ കയ്യിലേക്ക് കൊടുക്കുന്നു. അല്ലാഹു തആല ആ മകൻ കയ്യിലേക്ക് കിട്ടി. ആ മകനെ ബലിക്കല്ലിലേക്ക് കൊണ്ടുപോയി കിടത്തിയിട്ട് അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന. ഒരു മനുഷ്യനെ അറുക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ബലി നടത്തുക എന്നുള്ളത് ഒരു മതവും, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഇസ്ലാം, ഒരു കാലത്തും അനുവദിക്കുന്നതല്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്താൽ അവൻ മഹാപാപിയാകും. അത്ര ഗുരുതരമായ പാപം, ഒരു മനുഷ്യന്റെ മനസ്സിനെ അത്രമേൽ തകർത്തു കളയുന്ന മഹാ അപരാധം, അത് ഒരു വാപ്പയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അറുക്കുന്നതിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഇബ്രാഹിമിന്റെ കൈ പൊങ്ങുമോ ഇല്ലയോ എന്നറിയാൻ. ആ പരീക്ഷണങ്ങളിൽ അതിജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അന്ന് കാലത്ത് ഒരു മനുഷ്യൻ പോലും താമസിക്കാതിരുന്ന, ഒരു പുല്ലുപോലും മുളയ്ക്കാതിരുന്ന, ദേശാടന പക്ഷികൾ പോലും കൂടുകൂട്ടാൻ ഇറങ്ങാൻ മടിച്ചിരുന്ന, ജീവന്റെ ഒരംശം പോലും ഇല്ലാത്ത മരുഭൂമിയിലേക്ക് ആ മകനെയും ഹാജർ അലൈഹിസ്സലാമിനെയും കൊണ്ടുവന്നാക്കാൻ ഒരു പിതാവിനോട് അള്ളാഹുവിന്റെ കൽപ്പന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിന്റെ മുമ്പിലും അതിജീവിച്ചുകൊണ്ട് സ്വന്തം മകന് പരിശുദ്ധമായ മക്കയിൽ, അന്ന് മരുഭൂമിയായിരുന്ന മക്കയിലേക്ക്, ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന നാട്ടിലേക്ക് കൊണ്ടുവിടാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചു എങ്കിൽ, ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ജീവിതത്തിൽ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊളിച്ചു കളയുന്നു. സ്വന്തം മകനെ വാർദ്ധക്യത്തിൽ തനിക്ക് ജീവിതത്തിൽ ഇരട്ടി സന്തോഷം എന്നോണം ലഭിച്ച മകനെ കൊണ്ടുവന്ന് മക്കയിൽ കിടത്താൻ അള്ളാഹു പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായി എങ്കിൽ, ഒരു 8 ലക്ഷം രൂപ ഹജ്ജിന് പോകാൻ വേണ്ടി മാറ്റിവെക്കാൻ നമ്മളോട് പറയുമ്പോ നമ്മൾ അതിന് തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ? ഇതേ ഇബ്രാഹിമിന്റെ ദൈവത്തിന്റെ മുമ്പിൽ, ഇതേ ഇബ്രാഹിം നിൽക്കുന്ന കോടതിയിലായിരിക്കും ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരുന്നത് എന്ന ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി നമ്മളെ വിളിക്കുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പല പരീക്ഷണങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നത്, അള്ളാഹുവിനെ മറന്നു പോകുന്നത്.
പക്ഷേ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എത്ര അനുഭവിക്കേണ്ടി വന്നാലും ആ സമയത്തും അള്ളാഹു നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവുമായി അഭേദ്യമായ ഒരു ബന്ധം നിലനിർത്താൻ നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചു എങ്കിൽ നമുക്ക് ഏത് പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന ചരിത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല മക്കയിലേക്ക് നമ്മളെ വിളിക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ അവര് ക്രൂരമായ പീഡനങ്ങൾ, മാരകമായ മർദ്ദനങ്ങൾ, അതിഭീകരമായ അരുങ്കൊലകൾക്ക് വിധേയരായി അവരുടെ രക്തം വീണിട്ടുള്ള മണ്ണാണ് പരിശുദ്ധമായ മക്കയുടെ മണ്ണ്. ഇന്ന് സഫയുടെയും മറുവയുടെയും ഇടയിലൂടെ നമ്മൾ ഓടുന്ന സമയത്ത് പരിശുദ്ധമായ കഅബയുടെ മതാഫിൽ നിന്നുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത്, സംസം കിണറിലേക്ക് പോയി വെള്ളം കുടിക്കുന്ന സമയത്ത്, അറഫയിലേക്കും മിനയിലേക്കും മുസ്ദലിഫയിലേക്കും ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാര് ഒഴുകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവുമായി അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ട് മാത്രം അതിക്രൂരമായ പീഡനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ സാധിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം നമ്മളോട് പറയുന്ന ആ മണലിലൂടെയാണ് നാം ഓരോരുത്തരും നടന്നു പോകുന്നത്. ആ മണലിലൂടെ നടന്നിട്ട് അവരൊക്കെ അള്ളാഹുവിന് വേണ്ടി അവരുടെ ജീവൻ ദീനിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തെ മഹാവിജയത്തിന് വേണ്ടി സകലതും സമർപ്പിച്ച ചരിത്രം കൂടി പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ ഏത് പരാജയത്തിന്റെ സമയത്തും ഏത് നഷ്ടത്തിന്റെ സമയത്തും അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധം മുറിയാത്തതായിരിക്കണം. ഒരു മനുഷ്യന്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിയാത്തതാണ് എന്ന് തെളിയിക്കാൻ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ഹജ്ജ്. അത് കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് ത്യാഗമാണ്. പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചത് എണ്ണിക്കൊടുക്കേണ്ടി വരും. കുറെ ദിവസങ്ങൾ, മാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തേണ്ടി വരും. മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ, തലമുറകളുടെ പിതാവ് എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മഹാനായ അബ്രഹാം എന്ന് ബൈബിള് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സകലതും സമർപ്പിച്ച അതേ നാട്ടിൽ നമ്മൾ ഈ സമർപ്പിക്കുന്ന സമർപ്പണം വലിയ കാര്യമൊന്നുമല്ല. ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൂടിയാണ്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു പോയാലും അതൊരു നഷ്ടമല്ല. ജീവിതത്തിൽ എന്ത് തകർന്നാലും എന്ത് ഇല്ലാതായാലും അതൊരു നഷ്ടമല്ല. പക്ഷേ ദൈവവുമായി അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ അത് മഹാനഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട മറ്റൊരു മനുഷ്യനെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. ജീവിതകാലത്ത് തന്റെ 4 ആൺമക്കളുടെ ജനാസ, തന്റെ 4 ആൺമക്കളുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടേണ്ടി വന്ന ഒരു ഗതികെട്ട പിതാവിനെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് തന്റെ 2 പെൺമക്കളുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടേണ്ട ഒരു പിതാവിനെയും ചരിത്രത്തിൽ വേറെ കാണാൻ സാധിക്കുകയില്ല മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാതെ. ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്റെ ചെറുമക്കൾ, തന്റെ മക്കളുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടേണ്ട ഒരു മനുഷ്യനെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാതെ. ആ മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച അവസാനത്തെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് കരഞ്ഞു കളഞ്ഞിയ കണ്ണുമായി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ലഭിച്ചതിന്റെ പേരിൽ, നഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ഈ വാപ്പ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും നാവ് കൊണ്ട് പറയുകയില്ല എന്ന് ജീവിതം കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹിയെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഹജ്ജിന് വേണ്ടി അല്ലാഹു തആല നമ്മളെ മക്കയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല. പക്ഷെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ, നമ്മളുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു കവി ഉണ്ടായിരുന്നു, പൂന്താനം നമ്പൂതിരി എന്ന് നമ്മൾ പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പൂന്താനം മനയിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ജോലി അമ്പലങ്ങളിൽ പോയി ദൈവത്തെ പ്രകീർത്തിച്ച് പാടുന്ന പണിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന
നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. തന്റെ ജീവിതത്തിന്റെ നിയോഗ ലക്ഷ്യമായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ദൈവത്തെ പ്രകീർത്തിച്ച് പാടലായിരുന്നു. ആ പൂന്താനത്തിന് ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ മക്കളുണ്ടായിട്ടില്ല. പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിലാണ് അദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കുന്നത്. വലിയ സന്തോഷമായി തന്റെ ജീവിതത്തിന്റെ ഈ പ്രായം വരെയും ദൈവത്തെ പ്രകീർത്തിച്ച് പാടിയതിന് അനുഗ്രഹമായി, പ്രതിഫലമായി ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ തനിക്കൊരു കുട്ടിയെ ലഭിച്ച സന്തോഷത്തിൽ ജീവിക്കുന്നതിന്റെ ഇടയിൽ ആ കുട്ടിയുടെ 1ാമത്തെ പിറന്നാൾ വന്നു. ആ മഹാസന്തോഷം ആളുകളുമായി പങ്കിടുന്നതിന് വേണ്ടി തന്റെ കുടുംബക്കാരെയും അടുത്ത ആളുകളെയും പൂന്താനം മനയിലേക്ക് വിളിച്ചു വരുത്തി. കുറെ ദൂരത്ത് നിന്ന് വന്ന ബന്ധുക്കളൊക്കെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പൂന്താനം മനയിൽ ഒരു മുറിയുണ്ടായിരുന്നു. ആ മുറിയിൽ ആളുകൾ അവരുടെ പഴയ മുഷിഞ്ഞ വസ്ത്രം ഇടുന്ന സ്ഥലമായിരുന്നു. ഇരുട്ടുള്ള ആ സ്ഥലത്ത് നിർഭാഗ്യവശാൽ ആ കുഞ്ഞിനെ കിടത്തിയിരുന്നത് അവിടെയായിരുന്നു. ആരൊക്കെയോ മാറിയ തുണി വലിച്ചെറിഞ്ഞ് ആ തുണി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീണ് ആഹാരം വിളമ്പുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. നമ്മൾ ആലോചിക്കണം, ജീവിതം മുഴുവൻ ദൈവത്തെ പ്രകീർത്തിച്ച് പാടാൻ വേണ്ടി അത് തന്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഇത്ര കടുത്ത പരീക്ഷണം ദൈവം കൊടുത്തു. പിന്നീട് എപ്പോഴെങ്കിലും ഇന്നത്തെ യുക്തിവാദികൾ നമ്മളോട് പറയുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ലോജിക് അനുസരിച്ചാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ പൂന്താനം പാടുകയില്ല, പിന്നീട് ഒരിക്കലും അദ്ദേഹം പാടുകയില്ല എന്ന് വിചാരിച്ചിരുന്നതിന്റെ പിറ്റേ ദിവസം, 2ാമത്തെ ദിവസം തന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിട്ട് പൂന്താനം എഴുതി പാടിയ ഒരു പാട്ടുണ്ട്. ഉണ്ണി കണ്ണൻ ഉള്ളിലുള്ളപ്പോൾ പിന്നെ എന്തിനു ഉണ്ണികൾ വേറെ. നമ്മൾ ആലോചിക്കണം, ജീവിതത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളുടെ മുമ്പിലും ജീവിതത്തിന്റെ നഷ്ടങ്ങളുടെ മുമ്പിലും എന്തെല്ലാം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ ദൈവമേ, എന്റെ സൃഷ്ടാവേ, എന്റെ നിയന്ത്രതാവേ, നീയുമായിട്ടുള്ള എന്റെ ബന്ധത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. നിന്നെ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ ജീവിതത്തിന്റെ സകല വെളിച്ചങ്ങളും കെട്ടുപോയി. നീ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ മറ്റെന്ത് നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചാലും അത് മഹാവെളിച്ചമാണെന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് പോയി ഹജ്ജിന്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് മടങ്ങി വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അൽ ഹജ്ജു തമാമുൽ ഇസ്ലാമി വ കമാലുദ്ദീൻ, ദൈവവുമായിട്ടുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും മൂർധന്യമായ മുഹൂർത്തത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കും. അതല്ലാതെ നമ്മളുടെ മറ്റ് കാരണങ്ങൾ, മറ്റ് ന്യായങ്ങൾ, മറ്റാവശ്യങ്ങൾ, മറ്റ് തിരക്കുകൾ, മറ്റ് ജോലികൾ, മറ്റ് കച്ചവട തിരക്കുകൾ, ഇതൊക്കെ പറഞ്ഞു വെച്ച് ഹജ്ജ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പിന്തിപ്പിച്ചിട്ട് മരിച്ചു പോകാനാണ് നമ്മളുടെ ഗതിയെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന എത്ര വലിയ നന്ദികേടായിരിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചു, എന്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ചു. ജീവിതത്തിൽ മഹാപരീക്ഷണങ്ങൾ അനുഭവിച്ച മനുഷ്യർ ആ നഷ്ടങ്ങളുടെ കത്തത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്ക്, കഅബയിലേക്ക് മനസ്സ് തുറന്ന് അള്ളാഹുവിനെ വിളിച്ച് ജീവിച്ച 100 കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ മഹാ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമുക്ക് നമ്മളുടെ സമ്പത്ത് മുടക്കി ഹജ്ജിന് പോകാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ നന്ദി കെട്ടവർ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല എന്ന തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന കഴിവുള്ള മുഴുവൻ മനുഷ്യർക്കും ഹജ്ജ് നിർബന്ധമാണ്. വമൻ കഫറ, ആരെങ്കിലും ജീവിതത്തിൽ എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിന്റെ ഹജ്ജ്, നിന്റെ കർമ്മങ്ങൾ എനിക്ക് വേണ്ടാന്ന് കടുപ്പത്തിൽ അല്ലാഹു തആല പറയണമെങ്കിൽ നമ്മൾ ആലോചിക്കണം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എത്ര മനുഷ്യരാണ് ഭ്രാന്തന്മാരായി പോകുന്നത്. മാന്യന്മാരാണ്, വലിയ അഭിമാനവും അന്തസ്സും കുടുംബവും തറവാടോടും കൂടി നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന മാന്യരായ മനുഷ്യൻ അവരുടെ മനസ്സിൽ, തലച്ചോറിൽ, നരമ്പുകളിൽ ഏറ്റ ഏതോ ഒരു ക്ഷതത്തിന്റെ പേരിൽ ഇന്ന് തുണിയില്ലാതെ ഭ്രാന്തന്മാരായി നമ്മളുടെ ഇടയിൽ നടക്കുന്ന 100 കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മളെ പോലെ ഇതേ പള്ളിയിൽ ജുമഅയ്ക്ക് വന്നിരുന്ന് പ്രസംഗം കേട്ട് നമസ്കരിച്ച് പോയ മനുഷ്യർ ഇന്ന് തുണിയില്ലാതെ ഭ്രാന്തന്മാരായി തെരുവിൽ അലയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും മലമൂത്ര വിസർജനം ചെയ്യുന്ന വിസർജനം
അത് ഉപേക്ഷിക്കാനുള്ളതാണ്, അത് വേസ്റ്റ് ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഓർമ്മശക്തിയില്ലാതെ ഓർമ്മയിൽ തകരാറ് വന്ന അൽസമേഴ്സ് രോഗികൾ നമ്മളുടെയൊക്കെ നാടുകളിൽ, വീടുകളിൽ ഇപ്പോഴും മുറിക്കുള്ളിൽ കെട്ടിലായി, ചങ്ങലയിലായി കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തന്ന ഈ ഓർമ്മ എന്ന അനുഗ്രഹം തിരിച്ചെടുത്തുകൂടാ ഇല്ല എന്ന് യാതൊരു ഗ്യാരണ്ടിയും നമ്മളുടെ ജീവിതത്തിനില്ല. ജീവിതത്തിൽ എത്ര മനുഷ്യരാണ് കിടക്കയിൽ കിടന്ന് മലമൂത്ര വിസർജനം സാധിച്ച് അതിൽ കിടന്ന് കുഴഞ്ഞു മറിയുന്ന അവസ്ഥയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവർ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്തു കൊള്ളണം. മൻ അറാദൽ ഹജ്ജ ഫൽയഹുജ്ജ. കാരണം ഏത് സമയത്താണ് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഓർമ്മ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ, ഇത് അല്ലാഹു തആല തിരിച്ചെടുക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്. ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അല്ലാഹുവിനോടുള്ള നന്ദിയുടെ പൂർത്തീകരണമായി ഹജ്ജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ മഹാനഷ്ടവാളികൾ. അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഹജ്ജും ഉംറയും ചെയ്യാൻ നാം ഓരോ